ഫാമിലുള്ള പുളിപ്പേരയിൽ കുറെ പുളിപ്പേരൊക്കെ പഴുത്തതുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അവിടെയൊക്കെ ധാരാളം പഴുത്തതുണ്ട്. കണ്ടില്ലേ, നല്ല പഴുത്തതാണ്. നല്ല കൊലയായിട്ട് തന്നെ പഴുത്തതുണ്ട്. ഇവിടെയൊക്കെ പച്ചയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പുളിപ്പേരയിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്, മഴ ഉള്ളതുകൊണ്ടായിരിക്കണം കുറെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ പറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ മാക്സിമം വലുപ്പമാണ്. അത്യാവശ്യം നല്ല വലുപ്പമായ പുളിപ്പേരയാണ്. നല്ല പഴുത്തിട്ടുണ്ട്. നല്ല മധുരം അതിനനുസരിച്ച് പുളിയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത ടേസ്റ്റാണ്. നല്ല രുചി ഉണ്ടായതുകൊണ്ട് ഇത്ര പഴുത്താൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പം ഈ ആയതൊക്കെ പറിച്ചെടുക്കാം. എന്നും കുട്ടികളൊക്കെ ഒന്ന് പറിക്കില്ലായിരുന്നു. ഇപ്പൊ 2 ദിവസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ഇതിലൊന്നും ആരും പറിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും പഴുത്ത് കാണുന്നത്. മറ്റേ ആവുന്നൊക്കെ കുട്ടികളൊക്കെ ഒന്ന് പറിക്കും. എല്ലാവരും നമ്മൾ പറിക്കാൻ പറയണം, അത്രയുണ്ട്. ആയതൊക്കെ പറിച്ചെടുക്കും. ഇതുപോലെയുള്ള പച്ചയും പറിച്ചെടുക്കുന്നുണ്ട്. പച്ച എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക ടേസ്റ്റാണ്. അധികം പഴുത്ത് തുടങ്ങി നല്ല ചെനപ്പായതാണിത്. ഇതിനും നല്ല രുചിയാണ്. കുറച്ച് പുളി കൂടും, എന്നാലും മധുരം അതിനനുസരിച്ച് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെയൊക്കെ നല്ല കൊല കുത്തി തന്നെ ഉണ്ട്. അപ്പം നല്ല പഴുത്തൊക്കെ പറിച്ചെടുക്കാം. ഇനി ഓവർ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ പുഴു വരും. ഇനി അങ്ങോട്ട് മഴ അടയാൻ പോവാണ്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ 2 ദിവസം മഴ പെയ്തപ്പോഴൊക്കെ ഇതിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊന്ന് മഴ മാറിയതുകൊണ്ടാണ് പുളിപ്പേരക്കൊക്കെ പറിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മളെ പുളിപ്പേരുടെ മരം. ഇപ്പൊ നട്ടിട്ട് ഏകദേശം 5 വർഷത്തോളായി. ഈ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കുറച്ച് പറിച്ചെടുക്കാം. നമ്മൾ 5 വർഷമായ മരമാണ്. ഇത് നട്ട് തന്നാലും നമ്മൾ ബെഡ് തൈ വാങ്ങിച്ച് വെച്ചോന്നല്ല. പുളിപ്പേരക്കൊക്കെ എല്ലാവരും വിത്ത് മുളപ്പിച്ചാണ് നടാറുള്ളത്. ഇത് ഞങ്ങൾ അതുപോലെ തന്നെ വിത്ത് നല്ല പഴുത്ത പുളിപ്പേരുടെ വിത്ത് കിട്ടിയിട്ട് പുളിപ്പേര കിട്ടിയിട്ട് അതിന് വിത്ത് എടുത്തിട്ട് നട്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മരമായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ചെറിയ തൈയായിട്ട് ഇതിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം മര രൂപത്തിൽ നമ്മുടെ പേരയുടെ മരം പോലെ കുറച്ച് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മരത്തിലൊക്കെ കയറി തന്നെ ഇത് പറിച്ചെടുക്കാം. ഒരു 2 വർഷം മുന്നേ ഒന്നും നമുക്ക് ഈ മരത്തിൽ ഇങ്ങനെ കയറി നിന്ന് പറിക്കാൻ കഴിയില്ല. ഇത് തൈ ഉറപ്പായിട്ടില്ലായിരുന്നു. ഇപ്പൊക്കെ സാധാ വലിയ പേരയുടെ മരം പോലെ നല്ല ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യത്തിലൊക്കെ ഇതിൽ കയറി നിന്ന് പറിക്കാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്. കുറേ ചെറുത് ഉണ്ടാവുന്നുണ്ട്. ഇപ്രാവശ്യം പുളിപ്പേര 3-4 തവണയായിട്ട് അടുപ്പിച്ചുണ്ടാവുന്നുണ്ട്. വേനലിലുണ്ടായി, ഇപ്പൊ മഴ തുടങ്ങുമ്പോൾ വീണ്ടും ഉണ്ടായി. അതൊക്കെ അനിയ നല്ല മഴത്തേക്ക് ഇതൊക്കെ പഴുത്ത് കിട്ടുക. ഈ കമ്പിൽ കണ്ടോ, പച്ചയും പഴുത്തതും അടുപ്പിച്ചുണ്ടായിട്ടുണ്ട്. ഇതിൽ പഴുത്തത് മാത്രം പറിക്കുക. ഇത് ഈ കമ്പിൽ മുഴുവൻ പച്ചയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല മാക്സിമം പഴുത്തിട്ട് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലൊക്കെ പറിച്ചെടുക്കുക. ഇടയ്ക്കൊന്നും കഴിച്ചു നോക്കാൻ പറ്റില്ല. ഇടയ്ക്കൊന്നും ഓരോന്നെടുത്ത് കഴിക്കുക. കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഒന്ന് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും, ഈ പുളിമധുരം ഉള്ളതുകൊണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറിക്കാം. നല്ല കൊലയായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താ പറയുക, അധികം ഒന്നും കൊഴിഞ്ഞിട്ടില്ല. മറ്റേത് പൂവുണ്ടാകുന്ന സമയത്ത് പകുതിയും കൊഴിഞ്ഞു പോകും. പിടിച്ചു കിട്ടാൻ കുറച്ച് അത് വെയിലത്താണ്. ഇപ്പം ഇപ്രാവശ്യം മഴ ഉള്ളതുകൊണ്ടായിരിക്കണം കൂടുതൽ പിടിച്ച്. മറ്റേ വേനലൊക്കെ ഉണ്ടാവുന്നത് പൂക്കൾ പിടിച്ച് കിട്ടൽ കുറവായിരിക്കും. നല്ല പൂക്കും, പക്ഷെ കായായി കിട്ടുമ്പോൾ ഇതിന്റെ എണ്ണം കുറഞ്ഞു. ഇപ്രാവശ്യം നല്ല മഴ ഉള്ളതുകൊണ്ട് എല്ലാ പൂവും സെറ്റായിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കായ്കളുണ്ട്. കിളികളും നല്ല കഴിക്കുന്നുണ്ട്. ഈ തോട്ടത്തിലൊക്കെ നമ്മൾ ചെത്തുന്നൊക്കെ സമയത്ത്, കളകളൊക്കെ കളയുന്ന സമയത്ത് പുളിപ്പേരുടെ തൈ ഇഷ്ടം പോലെ വരും. അങ്ങനെയും കൊണ്ടുപോയി പറിച്ച് നട്ടാൽ മതി. നമ്മുടെ ഫാമിൽ തന്നെ വേറെയും തൈകളുണ്ട്. അതൊക്കെ ഇങ്ങനെ തോട്ടത്തിലൊക്കെ വീണതിന്റെ തൈകൾ പറിച്ച് നട്ടതാണ്. ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരു ഫാമിലൊക്കെ പോയ സമയത്ത് അവിടെ പഴുത്തത് കണ്ട് അതിന് തൈ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിന്റെ പഴുത്തത് കിട്ടിയിരുന്നു. അത് അമ്പലവയലൊക്കെ പോയ സമയത്ത് കിട്ടിയതാണ്. അപ്പം അത് നമ്മൾ വീട്ടിൽ കൊടുന്ന് ഇതിന്റെ വിത്ത് ഇതുപോലെ വിത്ത് കാണിച്ചു തരാം. എല്ലാം പഴുത്തയിൽ ഇതുപോലെ ഈ വിത്ത് ഉണ്ടാവും. ഈ വിത്ത് നമ്മൾ വെണ്ണീരിലൊക്കെ ഒന്ന് കുഴച്ചിട്ടൊന്ന് ഉണക്കിയാൽ മതി. എന്നിട്ട് സാധാ പാവിയാൽ മതി. ആ പാവിയിൽ നമുക്ക് ഇതുപോലെ വിത്തുകൾ മുളച്ച് തൈകൾ ഉണ്ടാക്കാം. അധികം ആളുകളെല്ലാം ചെയ്യൽ വെറുതെ തോട്ടത്തിലൊക്കെ ഇതുപോലെ കിളികളൊക്കെ കഴിച്ചിട്ട് മുളയ്ക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞങ്ങൾ ഈ ഭാഗത്തൊന്നും ആർക്കും ഇതിന്റെ തൈകൾ അങ്ങനെ വേണ്ട. വെറുതെ തോട്ടത്തിലൊക്കെ മുളയ്ക്കും എല്ലാവരും. ഇതുപോലെ കിളികൾ കഴിച്ച് അവിടെയൊക്കെ കൊണ്ടുപോയിടും. ഒരു മരം ഉണ്ടായാൽ മതി, പിന്നെ ആ ഏരിയയിൽ കിളികൾ തന്നെ കൊണ്ടുപോയിടും ഇതിന്റെ വിത്തുകൾ. അപ്പം തന്നെ തൈകളൊക്കെ ധാരാളം മുളയ്ക്കും. അതിലൊക്കെ നല്ല പഴുത്തുണ്ട്. ഇതൊരു കൊലയായിട്ടുള്ളതാണ്, പൊട്ടിച്ചെടുക്കുക. ഇതാ സംഭവം കണ്ടില്ലേ. ഇത് പറയാൻ മറന്നുപോയി, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഇതിന് പുളിപ്പേര എന്ന് പറയാം. അധികം ആളുകളും ചില സ്ഥലത്തൊക്കെ ഇതിന് സ്ട്രോബെറി പേര എന്ന് പറയില്ലേ. നമ്മൾ സ്ട്രോബെറി ഒക്കെ ഉള്ള പോലെ തന്നെ സ്ട്രോബെറി പേര എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്ട്രോബെറി കഴിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ടകട്ടായിട്ടുണ്ടാകുന്നത്, കൊലകൊലയായിട്ടുണ്ടാകുന്നതുകൊണ്ട് അങ്ങനെയും പറയാറുണ്ട്. ഞങ്ങളിവിടെ പറയുന്ന പേരാണ് പുളിപ്പേര കേട്ടോ. അപ്പോൾ ചില ആളുകളായിരിക്കും ഇതിന് സ്ട്രോബെറി പേര എന്നാണ് പറയുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. നമ്മൾ പുളിയും മധുരം കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിനെ പുളിപ്പേര എന്ന് പറയുന്നത്. ഈ സൈഡിലും ധാരാളം ഉണ്ട്. ഇവിടെ കണ്ടോ, നല്ല പഴുത്തത് മാത്രമാണ് ഈ കമ്പിലുള്ളത്. ഇതിന്റെ ചെടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നില്ല. ഉണ്ടാകുന്ന സമയത്ത് തന്നെ നല്ല വെളിച്ചുള്ള സ്ഥലത്താണെങ്കിൽ നല്ല പടർന്ന് തന്നെ വരും. പിന്നെ ഇതുപോലെ ഉറപ്പായി കിട്ടണമെങ്കിൽ 4-5 വർഷം കഴിയും. അല്ലാതെ നമുക്ക് മരത്തിൽ കയറി നിന്ന് പറിക്കാൻ പറ്റില്ല. നമ്മൾ താഴെ നിന്നിട്ടൊക്കെ
ഇത് കമ്പൊക്കെ ഇതുപോലെ ചെരിച്ച് പിടിച്ചൊക്കെ പറിക്കണം. ഇതിലിങ്ങനെ കയറി നിന്ന് പറിക്കാൻ പറ്റുന്നത് ഇത് ഇത്രയും പ്രായമായ തൈ ആയതുകൊണ്ട്. അപ്പോൾ 5 വർഷമൊക്കെ ആയി ഇവിടുന്ന് അങ്ങോട്ട് ഇത് വളരുന്നൊന്നുമില്ല, എന്നാലും നല്ല ബുഷ് പോലെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്യാതെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പടർന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഏത് ഫ്രൂട്ട്സ് നടുമ്പോഴും നമ്മൾ വെളിച്ചെല്ലോടത്ത് നട്ടാൽ ഇങ്ങനെ പടർന്ന് വരും. പിന്നെ ഇതിന്റെ പ്രത്യേകത നമ്മൾ മൈലാഞ്ചിയുടെ ഒക്കെ തൈ പോലെയൊക്കെയാണ്, മൈലാഞ്ചിക്ക് നടുന്ന പോലെ തന്നെ മൈലാഞ്ചിയുടെ കമ്പൊക്കെ കുത്തിയാൽ അതിന് നമ്മളിങ്ങനെ ബുഷായി വരുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ഇലകൾ ഉണ്ടാവുക. നമ്മൾ ചെറിയ ഇതുപോലത്തെ ചെറിയ ഇലകളാണ് ഇതിനുണ്ടാവുക, അധികം വലുപ്പമൊന്നുമില്ല. ഇതിന് കുറച്ച് വലുപ്പമുണ്ട്. നമ്മുടെ ഫാമിലെ മറ്റൊരു ചെടിയിൽ വളരെ ചെറിയ ഇലയാണ്, നമ്മൾ ഇടലയുടെ മരത്തിന്റെ ഒക്കെ ഇല പോലെ തന്നെ അതിന്റെ ചെറിയ ഇലയായിട്ടാണ് കാണുന്നത്. അവിടെ കുറെ പഴുത്തുണ്ട്, അതൊക്കെ പറിക്കാം. നമ്മുടെ ഫാമിൽ കുറെ വെറൈറ്റി പേരുണ്ട്. പുളിപ്പേരുണ്ട്, മുന്തിരിപ്പേരുണ്ട്, വയലറ്റ് പേര, അതുപോലെ സാധാ വലിയ പേരുണ്ട്, കിലോ പേര എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു തവണ കഴിച്ചാൽ എല്ലാവർക്കും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത് ഈ പേരയാണ്. പക്ഷേ ഇത് പുളിയും മധുരമുള്ളതുകൊണ്ട് കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും എല്ലാവരും കഴിക്കുന്നത് ഇത് തന്നെയാണ്. ഈ വീഴാൻ പോയിട്ട് മരത്തുനിന്ന് ഇതിന്റെ എൻഡിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിന് ഉറപ്പായതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര തറ്റത്തും ഒന്നും പറിക്കാൻ കഴിയില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടം. നമ്മളെ വീട്ടിൽ തന്നെ BMOൾക്കും ഐസുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ പറിച്ചുകൊണ്ട് കൊടുക്കും. അവർക്ക് കുറേ കഴിക്കും, 1-2 ഒരു 10-20 ഒരേ സമയം ഇരുന്ന് തന്നെ അവർ കഴിക്കും. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേര കഴിക്കുന്നതിൻ്റെ ഒക്കെ ഗുണം കിട്ടും ചെയ്യും. എന്നാലും കുട്ടികൾക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നാച്ചുറലായിട്ട് കിട്ടുന്ന ഇങ്ങനത്തെ ഫ്രൂട്ടൊക്കെ കഴിക്കുന്നത് അത്രയും നല്ലതാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മരുന്നടിച്ചൊക്കെ പേരയ്ക്കും മറ്റ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നത് എത്രയും നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെയും ഫാമിലൊക്കെ ഉണ്ടായ ഇതുപോലത്തെ പേരകളൊക്കെ കഴിക്കുന്നത്. എല്ലാവരും ഇതുപോലൊക്കെ തൈകളൊക്കെ നഴ്സറിലൊക്കെ കിട്ടാനുണ്ട്. ഇപ്പോൾ നഴ്സറിലൊക്കെ പുളിപ്പേരുടെ തൈ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഇതിന്റെ വിത്ത് വീണിട്ടൊക്കെ മുളച്ച് കിട്ടും. അല്ലാതെ ആവശ്യമുള്ളവരൊക്കെ നഴ്സറിലൊക്കെ പോയാൽ പെട്ടെന്ന് കിട്ടും. അധികം വിലയൊന്നും പുളിപ്പേരുടെ തൈയിനില്ല. ഒരു മാക്സിമം പോയാൽ 50 രൂപ, വലിയ തൈനൊക്കെ 100 രൂപയ്ക്കൊക്കെ നല്ല പുളിപ്പേരുടെ തൈ ഇവിടെയൊക്കെ അമ്പലവയലിലൊക്കെ നഴ്സറിയിൽ കിട്ടാനുണ്ട്. ഞങ്ങളത് പോയ സമയത്ത് തൈ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയത്. ഞങ്ങൾ തൈ ചോദിച്ച് പോയതാണ്. പക്ഷേ ഫാമിൽ ഒരു മരം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കുറച്ച് പഴുത്തത് കിട്ടി, അതിന് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാ. നല്ല കൊലയായിട്ടുള്ളൊന്ന് പറിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇതിൽ കണ്ടോ ചെറിയ പച്ച ഉണ്ടാകുന്നുണ്ട്. ഈ വർഷമാണ് ഇത് ഇത്ര കൂടുതൽ ഉണ്ടാകുന്നത്. അതായത് ഒരു ബാച്ച് ഉണ്ടായി, വേനലിൽ 2-3 വട്ടം ഉണ്ടായി, ഇപ്പൊ മഴക്കാലത്ത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അടഞ്ഞ മഴ ആയാലും ഇതിനൊക്കെ പുളിയും മധുരം കൂടെ മിക്സ് ചെയ്തിരുന്നുകൊണ്ട് കഴിക്കാൻ കഴിയും. ഇപ്പൊ ഈ പുളിപ്പേരയുടെ തന്നെ വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട്. അതായത് നമ്മളെ ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ഫാമിൽ ഇപ്പൊ നട്ടിട്ടുണ്ട്. ഇതിന്റെ പഴുത്ത് കഴിഞ്ഞാൽ, ഇതിപ്പോ പഴുത്ത് കഴിഞ്ഞാൽ ബ്രൗൺ ആണ്. അതുപോലെ ഇതിന്റെ യെല്ലോ നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ തൈ ഞങ്ങളിപ്പോ നട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഓരോ വർഷവും അമ്പലവയലിലൊക്കെ ഇതിന്റെ വെറൈറ്റികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം എല്ലാ വെറൈറ്റിയും നടാം. ഇത് നമുക്ക് ഷോയും കൂടെയാണ്. നമ്മൾ ഇതിനെ കൊണ്ട് പറഞ്ഞ പോലെ പീനട്ട് ബട്ടറിനെ കൊണ്ട് പറഞ്ഞ പോലെ ഷോയും കൂടെയാണ്. ഇതൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാഴ്ച വെക്കുമ്പോൾ ഇതുപോലെ ബ്രൗൺ ആയിട്ടും യെല്ലോ ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗി കൂടെ ഉണ്ടാണ്. ഇത് കിളികൾ വന്നിരിക്കുന്നൊക്കെ കാണാൻ പ്രത്യേകം നല്ല കാഴ്ചയാണ്. അപ്പൊ അതിനും പറ്റും, കഴിക്കാനും പറ്റുന്ന ഗുണമുണ്ട്. കിട്ടുന്ന വെറൈറ്റികളൊക്കെ ഞങ്ങൾ കൊണ്ട് നടുന്നുണ്ട്. ഇപ്പൊ യെല്ലോ നട്ടിട്ടുണ്ട്, യെല്ലോ ആയിട്ടില്ല. ഇപ്പൊ നട്ടിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. അതിൽ പൂക്കളുണ്ട്, പക്ഷെ പിടിച്ചിട്ടില്ല. അപ്പൊ മരം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അടുത്ത വർഷമൊക്കെ പൂക്കൾ ഉണ്ടായി അല്ല പിടിച്ച് കിട്ടുകയൊക്കെ ചെയ്യും. പ്രാവശ്യത്തെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ ഇതിന് മുകളിൽ കയറിയിട്ടുള്ളതൊക്കെ പറിച്ചെടുത്തിട്ട് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ പറിച്ചെടുത്ത് താഴെ നിന്നിട്ട് പറിച്ചൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുറേ ഉണ്ട് പറിക്കാനായിട്ട്. അപ്പൊ ഒന്ന് വേഗം തന്നെ പറിച്ചെടുക്കുക. അപ്പൊ താഴെ വന്നപ്പോൾ കണ്ടാണ് ഇതാ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ വൈറ്റ് നിറത്തിലുള്ള പൂവുണ്ട്, അതിന് മൊട്ടിതാ. പിന്നെ ചെറിയത് പച്ച ചെറുതുണ്ട്, കുറച്ച് വലുതുണ്ട്. അപ്പം ധാരാളം ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്പിലൊക്കെ പച്ചയാണ്. ഇവിടെയൊക്കെ ആദ്യം പഴുത്തത് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം മുകളിലാണ് കൂടുതൽ പഴുത്തതുള്ളത്. താഴെ വീണ്ടും പറിച്ചതിന് ശേഷം ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അല്ല കൊലകുത്തി തന്നെ ഇപ്രാവശ്യത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാകുന്ന എല്ലാ പൂക്കളും പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കൊലയായിട്ടുണ്ടാകുന്നത്. മറ്റേത് അവിടെയും ഇവിടെയൊക്കെ ഓരോന്നായിട്ട് വേനലിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം തുടക്കത്തിലെ വേനലൊക്കെ മഴ ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലാം ഒരുപോലെ തന്നെ പിടിച്ചു കിട്ടിയിട്ട് നല്ല കൊലയായിട്ട് തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്. അതാ ഈ ഭാഗത്തൊക്കെ പച്ചയാണ് കാണുന്നത്. ഞാനിപ്പോൾ കൂടുതൽ പറിച്ചത് മുകളിൽ കയറിയിട്ട് മാത്രമാണ് പഴുത്തത് കിട്ടിയത്. മറ്റേതൊക്കെ സൈഡിലൊക്കെ വീണ്ടും പച്ചകൾ ധാരാളം ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ഒരു കൊട്ട കൊടുത്തിട്ട് അത് മുഴുവനായിട്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചെടിയിൽ കുറെ പഴുത്തതൊക്കെ ഉണ്ട്, അതൊക്കെ കിളികളൊക്കെ കഴിച്ചോളും. അപ്പൊ പുളിപ്പേരയുടെ തൈയൊക്കെ നഴ്സറിയിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെ പഴുത്തതൊക്കെ എടുത്ത് അതിന്റെ വിത്തിൽ നിന്നൊക്കെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ പ്രത്യേകത ഇതൊന്നും വലിയ പരിചരണം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കായ്ച്ചു കിട്ടുന്നതാണ്.